മൊഡ്യൂൾ 6 എസ്റ്റിമേഷൻ ഓഫ് ഈൽഡ് ഓഫ് ആൻ ഓപ്പൺ വെൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെൽസിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ട് തരത്തിലുള്ള വെൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ഓപ്പൺ വെൽസും ട്യൂബ് വെൽസും. ഈ ഒരു സെഷനിൽ ഓപ്പൺ വെൽസിന്റെ ഈൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. രണ്ട് തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പമ്പിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ റെക്യുപ്പറേഷൻ ടെസ്റ്റ് വെച്ചും ഈൽഡ് കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് നേരത്തെ നോക്കിയ കാര്യം തന്നെയാണ്. എന്താണ് വെൽ എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? വെർട്ടിക്കൽ സ്ട്രക്ചർ ഡഗ് ഇൻ ഗ്രൗണ്ട് for the purpose of bringing groundwater to the earth surface. Basically രണ്ട് തരത്തിലാണ് വെൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വൺ ഈസ് ഓപ്പൺ വെൽസ്, അതിനെ ഡഗ് വെൽസ് എന്ന് പറയുന്നു, ആൻഡ് ട്യൂബ് വെൽസ്. രണ്ട് തരത്തിലാണ്. ട്യൂബ് വെൽസിനെ പറ്റി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഓപ്പൺ വെൽസിന്റെ എസ്റ്റിമേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഓപ്പൺ വെൽസ് എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഓപ്പൺ വെൽ എന്താണെന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓപ്പൺ വെൽസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജ് ഡയമീറ്റേഴ്സും ലോവർ ഡിസ്ചാർജസും ഉള്ള വെൽസിനെയാണ് നമ്മൾ ഓപ്പൺ വെൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 20 മീറ്റർ ക്യൂബ് പെർ അവർ ആണ്. ഓക്കെ, പക്ഷെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്താൽ ദാറ്റ് ക്യാൻ ഈൽഡ് a discharge of 200 to 300 meter cube per hour. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ അത് പ്ലാനിങ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല കൂടുതലായിട്ട് നമുക്ക് ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, പിന്നെ ഓപ്പൺ വെൽസിന്റെ ഡയമീറ്റർ നോക്കി 1 to 10 മീറ്റർ ആണ്. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 2 to 20 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ ദേ ആർ കൺസ്ട്രക്റ്റഡ് ബൈ ഡിഗിങ്, therefore they are also called as ഡഗ് വെൽസ്. കുഴിച്ച് എടുക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഡഗ് വെൽസ് എന്ന് പറയുന്നു. ഇനി ഡഗ് വെൽസിന്റെ ചെറുതായിട്ടൊരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്, അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ടെങ്കിലും. രണ്ട് തരത്തില് ഓപ്പൺ വെൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് അതിന്റെ ഡെപ്തിന്റെ ബേസിസിലാണ്. സോ ആ ഡെപ്തിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഷാലോ ഓപ്പൺ വെൽസ് എന്നും ഡീപ്പ് ഓപ്പൺ വെൽസ് എന്നും പറയുന്നു. അപ്പൊ ഇതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫിഗർ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഷാലോ വെല്ലും കാണാം, ഇവിടെ ഒരു ഡീപ്പ് വെല്ലും കാണാം. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഈ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഈ കാണുന്നതാണ് ഷാലോ വെൽ. ഈ ഷാലോ വെല്ല് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യുന്നത് ഒരു വാട്ടർ ബെയറിംഗ് സ്ട്രാറ്റയിലോട്ടാണ്. ഓക്കെ, ഇവിടെ വാട്ടർ ടേബിൾ ആണെങ്കിൽ അതിന്റെ മുകളിലേക്കാണ് വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് മാത്രമല്ല ഈ പരിസരത്ത് നിന്നൊക്കെ ആയിരിക്കും ഈ ഷാലോ വെല്ലിന് വേണ്ടുന്ന വെള്ളം കിട്ടുന്നത്. പക്ഷെ ഒരു ഡീപ്പ് വെല്ലിന്റെ കേസിൽ നോക്കിയേ, അത് വന്ന് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു ഇംപെർവിയസ് ലെയറിന്റെ മുകളിലേക്കാണ്. ഓക്കെ, അപ്പൊ ആ ലെയറിന് നമ്മൾ മോട്ടാ ലെയർ എന്ന് പറയും. ആ ലെയറിലോട്ടാണ് വന്ന് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ വെല്ലില് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് നടുക്കായിട്ടൊരു ബോർവെല്ലും കൂടെ താഴോട്ട് കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെല്ലിന്റെ ആ സർക്കംഫറൻസ് ഉണ്ടല്ലോ, ആ സർക്കിൾ ഡയമീറ്റർ വന്ന് റെസ്റ്റ് ചെയ്യുന്നത് ഈ ഇംപെർവിയസ് ലെയറിന്റെ മുകളിലേക്കാണ്. പക്ഷെ ഇത് ഇംപെർവിയസ് ലെയർ ആയതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് വാട്ടർ കിട്ടുമോ? ഇല്ല. അതിന്റെ താഴെ വീണ്ടും ആ പാറ പൊട്ടിച്ചു കഴിഞ്ഞാൽ താഴെ നിന്നായിരിക്കും വെള്ളം കിട്ടുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ബോർവെല്ലും കൂടെ അല്ലെങ്കിൽ ഒരു ബോർ ഹോളും കൂടെ കുഴിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്ട്രാറ്റയിൽ നിന്നാണ് ഡീപ്പ് വെല്ലിന് വെള്ളം കിട്ടുന്നത്. അപ്പൊ ഇത് കുഴിക്കുമ്പോഴത്തേന് ഇതിന്റെ അടിയിലുള്ള ആ ഒരു വാട്ടർ ബെയറിംഗ് പെർവിയസ് ലെയറിൽ നിന്നാണ് ഈ വെല്ലിന് സഫീഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് വെൽസും തമ്മിലുള്ള വ്യത്യാസം, ഷാലോ വെൽ ആൻഡ് ഡീപ്പ് വെൽ. ഇപ്പൊ ഷാലോ വെല്ല് നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴിച്ച് അവിടെ വാട്ടർ ടേബിൾ തുടങ്ങിയാൽ അവിടുന്ന് പെട്ടെന്ന് വെള്ളം കിട്ടുന്നു. പക്ഷെ ഡീപ്പ് വെൽ അങ്ങനെയല്ല, നല്ല ഡെപ്തിൽ കുഴിച്ചെങ്കിൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പൺ വെൽസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് വാൾ. അതായത് ആ വെല്ലിനകത്തെ ലൈനിങ് ഉണ്ടല്ലോ, അതെങ്ങനെയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓപ്പൺ വെൽസിനെ. സോ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കച്ചാ വെൽസ് എന്ന് പറയും. ഇതൊന്നുമില്ല, ശരിക്കും ഇപ്പം എവിടെങ്കിലും നമുക്കിപ്പോ ഒരു വെള്ളം വേണം, അവിടുത്തെ വാട്ടർ ടേബിൾ വളരെ ഹൈ ആണ്, മുകളിലാണ് വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ആ ഗ്രൗണ്ടിൽ കുറച്ച് ചെറിയൊരു ആഴത്തിലൊക്കെ കുഴിച്ചാൽ ഉടനെ നമുക്ക് അവിടുന്ന് വെള്ളം കിട്ടും. ഓക്കെ, അപ്പൊ അതിന് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ കൊടുക്കുന്ന പോലെ ആ ഒരു ലൈനിങ്ങോ കെട്ടി മുകളിലേക്ക് ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക് കെട്ടി അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. ഉള്ളിലോട്ടും റിങ്ങും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. ജസ്റ്റ് ആ ഗ്രൗണ്ടിൽ കുറച്ച് ഒരു ഡെപ്തിൽ ഒരു 6 മീറ്റേഴ്സ് വരെ ഡെപ്തിൽ കുഴിച്ചാൽ അതിനുള്ളിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്നു.
അപ്പൊ അത്തരത്തിലുള്ള വെൽസിനെയാണ് നമ്മൾ ഈ കച്ച വെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇതിന് ലൈനിങ് കൊടുക്കുന്നില്ല, അൺലൈൻഡ് വെൽസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വെൽ സൈഡ്സ് അൺപ്രൊട്ടക്റ്റഡ് ആണ്, കാരണം റിംഗ് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ വെറുതെ കുഴിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ അൺപ്രൊട്ടക്റ്റഡ് ആണ്, കാരണം ലൈനിങ് ഒന്നും ഇല്ല. ആൻഡ് ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 6 മീറ്റേഴ്സോളം പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ചെറിയ ഡെപ്തിലാണ് കച്ച വെൽസ് കുഴിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വെൽസ് വിത്ത് ഇംപെർവിയസ് ലൈനിങ്. അപ്പൊ ഇംപെർവിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഞാനൊരു ഫിഗർ കാണിക്കാം, അത് വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഈ ഫിഗർ നോക്കുക. അപ്പൊ ഇതിന് അത്ര ക്ലിയർ ആയിട്ട് വ്യക്തമാവത്തില്ല. അപ്പൊ ഇതിനകത്ത് ഈ വെൽസ് വിത്ത് ഇംപെർവിയസ് ലൈനിങ് എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ഓപ്പൺ വെൽസ് എന്ന് പറയുന്നതാണ് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ടൈപ്പ് ഓഫ് ഓപ്പൺ വെൽസ് എന്ന് പറയുന്നത് ഈ ഇംപെർവിയസ് ലൈനിങ് ഉള്ള ഓപ്പൺ വെൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഡിഗ് ചെയ്ത് ഒരു വലിയ പിറ്റ് ഉണ്ടാക്കുന്നു. ഓക്കെ, ആൻഡ് അതിനകത്തൂടെ ഒരു സർക്കുലർ റിങ് ഇതേപോലെ കടത്തിവിട്ട് ഒരു ഒരു ബോട്ടം പാർട്ടിലോട്ട് എത്തത്തക്ക രീതിയിൽ താഴേക്ക് ആ റിങ് കടത്തിവിടുന്നു, സാധാ വെൽസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഇതിന്റെ ഈ ഇവിടെ സ്റ്റീനിങ് വാൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് കടത്തി വിടുന്ന ആ ഒരു റിങ് എന്ന് പറയുന്നത് അതിന്റെ എൻഡ് ഷാർപ്പ് ആയിരിക്കും. സോ ദാറ്റ് ഇത് ഈസി ആയിട്ട് പോകത്തക്ക രീതിയിലാണ് നമ്മളത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് ശേഷം അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് കാണാം, ഒരു ക്ലേ ലെയറിന്റെ അകത്തേക്കാണ് ഇത് തറച്ച് കയറി നിൽക്കുന്നത്. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കായിട്ട് നമ്മൾ ഈ കൈവരിയൊക്കെ കിട്ടുന്ന പോലെ ചെറിയൊരു പോർഷൻ റേസ് ചെയ്ത് ഒരു മേസണറി വാൾ വെച്ചിട്ട് റേസ് ചെയ്തും നിർത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ കിണറുകൾക്ക് കാണാറുള്ള പോലെ. അപ്പോ ഈ ഒരു കേസിൽ നമുക്കറിയാം, ഒരു ക്ലേ ലെയറിലോട്ട് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഇംപെർമിയബിൾ ആയിട്ടുള്ള ഒരു ലെയർ ആണ് അല്ലെ. അപ്പം എന്ത് സംഭവിക്കും, നമ്മൾ ഒരു ബോർവെല്ലും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വാട്ടർ ബെയറിംഗ് സ്ട്രാറ്റത്തിൽ നിന്ന് നമുക്ക് അത്രയും വെള്ളം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വെല്ലിലേക്ക് നിറഞ്ഞു വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബോർ ഹോളും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ആൻഡ് ഇത്തരത്തിലുള്ള വെൽസിന് വാട്ടർ വെല്ലിനകത്തേക്ക് കടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വെല്ലിന്റെ ബോട്ടം സൈഡിൽ നിന്നാണ് ഉള്ളിലേക്ക് കടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലോയെ നമ്മൾ സ്പെറിക്കൽ ഫ്ലോ എന്ന് പറയും. ഓക്കെ, ആൻഡ് സൈഡ്സ് എല്ലാം കവേർഡ് ആണ്, കാരണം ഇവിടെ എല്ലാം നമ്മൾ ആ റിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും ഒരു റേഡിയൽ ഫ്ലോ ഇതിനകത്തേക്ക് കാണത്തില്ല, ആ ബോട്ടം സർഫസിൽ നിന്നായിരിക്കും മുകളിലേക്ക് ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ സ്പെറിക്കൽ ഫ്ലോ എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ഇംപെർവിയസ് ലൈനിങ് ഉള്ള ഓപ്പൺ വെൽസ്. ഇനി അടുത്ത ഒരു മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് വെൽ വിത്ത് പെർവിയസ് ലൈനിങ് എന്ന് പറയും. അതിന്റെ ഫിഗർ കാണിക്കാം. സോ ഈ കാണുന്നതാണ് പെർവിയസ് ലൈനിങ് ഉള്ള വെൽസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഫിഗർ കാണാം. ഇതിനകത്ത് ഇത്തരത്തിലുള്ള വെൽസ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് കോഴ്സ് ഫോർമേഷൻസിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് മാസണറി ഓഫ് ഡ്രൈ ബ്രിക്സ് അല്ലെങ്കിൽ സ്റ്റോൺസ് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വെൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വലിയ ബൈൻഡിങ് മെറ്റീരിയൽ ഒന്നും അധികം കൊടുക്കത്തില്ല, ചെറിയൊരു ലെയർ പോലെ കൊടുത്തിട്ട് ഇതേപോലെ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ലൈനിങ് എന്ന് പറയുന്നത് ഒരു പെർവിയസ് ലൈനിങ് ആണ് അല്ലെ. അപ്പൊ അകത്തേക്ക് വെള്ളം ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇത്രയും ഇങ്ങനെ ബ്രിക്സ് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇതൊരു വാട്ടർ ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. താഴോട്ടുള്ള ലെയർ എല്ലാം സത്യം പറഞ്ഞാൽ സോയിൽ എല്ലാം വാട്ടർ റിച്ച് ആണ്, സാച്ചുറേറ്റഡ് സോയിൽ സോൺ ആണ്. ഓക്കെ, അപ്പം അതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ടെൻഡൻസി കാണും അല്ലെ, റേഡിയൽ ഫ്ലോയ്ക്ക് ഒരു ടെൻഡൻസി കാണും. അപ്പൊ ഇവിടെ ബ്രിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് വെള്ളം ഈസി ആയിട്ട് റേഡിയൽ ഫ്ലോ ആയിട്ട് കടന്നു വരും. അത് മാത്രമല്ല, അടിയിലത്തെ ഭാഗം നോക്കി ഇങ്ങനെയുള്ള ഈ പെർവിയസ് ലൈനിങ് ഉള്ള ഓപ്പൺ വെൽസിന് അടിഭാഗത്ത് നമ്മളൊരു കോൺക്രീറ്റ് പ്ലഗ് വെച്ച് അടച്ചു വെച്ചിരിക്കുമായിരിക്കും. ദാറ്റ് മീൻസ് സ്പെറിക്കൽ ഫ്ലോ, മുകളിലേക്കുള്ള ആ ബോട്ടം ലെയറിൽ നിന്നുള്ള ഫ്ലോ ഒരിക്കലും നടക്കത്തില്ല. അപ്പൊ ദാറ്റ് മീൻസ് പെർവിയസ് ലൈനിങ് ഉള്ള ഓപ്പൺ വെൽസിന് ഓൺലി രണ്ട് സൈഡ്സിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ചുറ്റുമുള്ള, രണ്ട് സൈഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സർക്കുലർ വെല്ലാണ് അല്ലെ. അപ്പൊ ചുറ്റുമുള്ള ആ ഒരു റേഡിയൽ ഫ്ലോ ടുവേർഡ്സ് ഇൻസൈഡ്, ഈ ഒരു വെല്ലിനകത്തേക്കുള്ള റേഡിയൽ ഫ്ലോ മാത്രമാണ് ഈ ഒരു ഒരു വെല്ലിനെ വെള്ളം കൊണ്ട് നിറയ്ക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഉപകരിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഈ ഒരു വ്യത്യാസം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇംപെർവിയസ് ലൈനിങ്ങിനകത്ത് സ്പെറിക്കൽ ഫ്ലോ ആണ്, പക്ഷെ പെർവിയസ് ലൈനിങ്ങിനകത്ത് റേഡിയൽ ഫ്ലോ മാത്രമേ ഉള്ളൂ. സ്പെറിക്കൽ ഫ്ലോ ഇല്ല. കാരണം എന്താണ്? അതിന്റെ ബോട്ടം ഭാഗത്ത് കോൺക്രീറ്റ് പ്ലഗ് കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ആ ഒരു പോർഷനിലോട്ട് കടക്കാൻ പോവാണ്, നമ്മുടെ ടോപ്പിക്കിലോട്ട്. ഈൽഡ് ഓഫ് ആൻ ഓപ്പൺ വെൽ. ഇതിൽ കൊടുത്തിരിക്കുന്ന പല പോയിന്റ്സും നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ്. ഡഗ് വെൽസ് എന്ന് പറയുന്നു. പിന്നെ ഇത് നമ്മൾ നോക്കിയില്ല, ക്രോസ് സെക്ഷൻ. ഇത് സർക്കുലർ സെക്ഷൻ മാത്രമല്ല ഈ ഓപ്പൺ വെൽസ് കാണപ്പെടുന്നത്, റെക്ടാംഗുലർ ഷേപ്പിലും കാണപ്പെടാറുണ്ട്. പിന്നെ ഒരു ലൈൻഡും അൺലൈൻഡും നമ്മൾ പറഞ്ഞു. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് സോയിലും ഇത് സ്യൂട്ടബിൾ ആയിരിക്കും, അതായത് പെർവിയസ് ആൻഡ് ഇംപെർവിയസ്. പിന്നെ വാട്ടർ എൻട്രി മോസ്റ്റ് ഓഫ് ദി കേസസിൽ ബോട്ടം ഭാഗത്തു നിന്നായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ ടൈപ്പ് ഓഫ് ഓപ്പൺ വെൽ എന്ന് പറയുന്നത് ഇംപെർവിയസ് ആണ്, പഠിച്ചിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഈൽഡിലോട്ട് കടക്കുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു ടേം നിങ്ങൾ പഠിച്ചിരിക്കണം, ഡിപ്രഷൻ ഹെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടേം ആണ് ഡിപ്രഷൻ ഹെഡ്. അതായത് നിങ്ങളിപ്പോ ഒരു വെൽ ഇമാജിൻ ചെയ്യുക, അതിന് നല്ലൊരു ഹൈറ്റിൽ വെള്ളം ഉണ്ടെന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഇനി നമ്മൾ ആ വെല്ലിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ സെയിം ലെവലിൽ തന്നെ ആയിരിക്കും പിന്നീട് ആ വാട്ടർ ലെവൽ ആ വെല്ലിനകത്ത് ഉണ്ടാവുന്നത്? അല്ലേ, അത് ലോവർ ചെയ്യാൻ അല്ലെങ്കിൽ അത് താഴ്ന്നു പോകും, അല്ലെ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് ആദ്യം ആ വാട്ടർ ടേബിളിൽ എത്ര ഹൈറ്റിന് അല്ലെങ്കിൽ എത്ര ലെവലില് വെള്ളം ഉണ്ടായിരുന്നു ആ കിണറിനകത്ത്, പമ്പിങ് കഴിഞ്ഞ് എത്ര ഡെപ്തിൽ കുറഞ്ഞു, ആ ഒരു ഡിഫറൻസ് ഓഫ് വാട്ടർ ടേബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിപ്രഷൻ ഹെഡ് എന്ന് പറയുന്നത്. ദി ഡിഫറൻസ് ഇൻ ദ വാട്ടർ ടേബിൾ എലിവേഷൻ ആൻഡ് ദ വാട്ടർ ലെവൽ ഇൻസൈഡ് ദ വെൽ ഇസ് നോൺ ആസ് ദി ഡിപ്രഷൻ ഹെഡ്. അപ്പൊ ഈ ഒരു ടേം അറിഞ്ഞിരിക്കുക. അതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q is equal to KH ആണ്. ഇവിടെ K എന്ന് പറയുന്നത് സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ദി വെല്ലും, Hനെ നമ്മൾ ഡിപ്രഷൻ ഹെഡ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഈ ഡിസ്ചാർജിന്റെ ഫോർമുല പഠിച്ചു വെച്ചിരിക്കുക. ഇനി 2-3 ടേംസും കൂടെ നമ്മൾ ഈ ഈൽഡിനകത്ത് പഠിക്കുന്നുണ്ട്. ഒന്ന് ക്രിട്ടിക്കൽ ഡിപ്രഷൻ ഹെഡ് എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിപ്രഷൻ ഹെഡിന്റെ കാര്യം പറഞ്ഞു. എന്തായിരുന്നു? ആ വാട്ടർ ടേബിളിന്റെ ആദ്യത്തെ ലെവലും പമ്പിങ് കഴിഞ്ഞിട്ടുള്ള ലെവലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് പറഞ്ഞു, അല്ലെ? ഇനി ഒരുപാട് നേരം ഈ പമ്പിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്കറിയാം ആ വെള്ളത്തിന്റെ ലെവല് താഴ്ന്ന് കുറെ കഴിയുമ്പോഴത്തേന് സോയിൽ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ കയറി വരാനായിട്ട് തുടങ്ങും. അതായത് ഡിസ്ലോഡിങ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് എന്ന് പറയും, അല്ലെ? വെള്ളം കലങ്ങി വരാനായിട്ട് തുടങ്ങും. ദാറ്റ് മീൻസ് എന്താ? അവിടെ വെള്ളം തീർന്നു വരികയാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ആ ഒരു ഹെഡിനെ അല്ലെങ്കിൽ ആ ഒരു ലെവലിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡിപ്രഷൻ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര വെള്ളം ഊറ്റാൻ പറ്റുമോ ആ ഡിസ്ലോഡ്ജിങ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് വരെ അതിന് തൊട്ട് മുമ്പായിട്ട് ഉള്ള ലെവലിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡിപ്രഷൻ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ക്രിട്ടിക്കൽ ഡിപ്രഷൻ ഹെഡ് വരെ എത്താൻ വേണ്ടി നമുക്ക് എത്ര ഈൽഡ് ഓഫ് വെള്ളം നമുക്ക് എത്ര ഊറ്റാനായിട്ട് കഴിഞ്ഞോ, എത്ര വെള്ളം അവിടെ നിന്ന് എടുക്കാനായിട്ട് കഴിഞ്ഞോ, ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടറിനെ നമ്മൾ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ മാക്സിമം ഈൽഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ആദ്യത്തെ വാട്ടർ ലെവൽ നോക്കുക. നമ്മൾ പമ്പിങ് സ്റ്റാർട്ട് ചെയ്തു, പമ്പ് ചെയ്ത് ലാസ്റ്റ് ആ സോയിൽ പാർട്ടിക്കിൾസ് വരാറായി, കലക്കവെള്ളം അതായത് വെള്ളം തീരാറായി എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ നിർത്തുക. അത്രയും ലെവൽ ആ ഒരു ലെവലിനെയാണ് നമ്മൾ ആ ക്രിട്ടിക്കൽ ഡിപ്രഷൻ ഹെഡ് എന്ന് പറയുന്നത്. ആ ലെവൽ വരെ എത്താനായിട്ട് നമ്മൾ എത്ര വെള്ളം അതിൽ നിന്ന് കിട്ടി, അല്ലെ? ആ ഒരു എത്ര എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് കിട്ടി, അതിനെയാണ് നമ്മൾ ആ ഒരു വെല്ലിന്റെ മാക്സിമം ഈൽഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ വെല്ല് ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി നോർമലി 2.53 കൊടുത്തതിന് ശേഷം ഒരു കറക്റ്റ് ഒരു വർക്കിംഗ് ഹെഡ് ഡിസൈൻ ചെയ്തെടുക്കുന്നു. അപ്പം സോ ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഡെപ്ത് വരെ നമുക്ക് സേഫ് ആയിട്ട് വെള്ളം വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ലെവലിനെയാണ് നമ്മൾ ഈ സേഫ് ഈൽഡ് എന്ന് പറയുന്നത്. ഏത് ലെവൽ വരെ നമുക്ക് സേഫ് ആയിട്ട് വെള്ളം ഡിസ്ലോഡ്ജിങ് ഒന്നും ഇല്ലാതെ നമുക്ക് ഊറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു, അതിനെ നമുക്ക് അത്രയും ഈൽഡിനെ നമ്മൾ സേഫ് ഈൽഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ ടേംസ് എല്ലാം തന്നെ ഡെഫിനേഷൻസ് പഠിച്ചു വെച്ചിരിക്കണം. പിന്നീട് ഈ ഓപ്പൺ വെല്ലിന്റെ ഈൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്ത് വരുന്നത്. ഒന്ന് കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ്
ടെസ്റ്റ് എന്ന് പറയും. രണ്ടാമത്തെ ടെസ്റ്റ് റെക്യുപ്പറേഷൻ ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ടെസ്റ്റുകൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യത്തെ ടെസ്റ്റ് ആണ് കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് ടെസ്റ്റ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനൊരു ഫിഗർ കാണിച്ച് ഇതെന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്ന ഫിഗർ ഇതാണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പമ്പ് സെറ്റാക്കി വെച്ചിരിക്കണം. അതിന് സ്യൂട്ടബിൾ റെഗുലേറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വേണം. എത്ര വാട്ടർ എടുക്കുന്നു എന്നൊക്കെയുള്ള കറക്റ്റ് ആയിട്ടൊരു ഐഡിയ നമുക്ക് ആ ഒരു പമ്പ് ചെയ്തെടുക്കുന്നതിലൂടെ നമുക്ക് അറിയാൻ സാധിക്കണം. സോ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ഇവിടെ ഒരു വെല്ലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഫ്ലോ കണ്ടില്ലേ, ബോട്ടം സൈഡിൽ നിന്ന് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രൗണ്ട് ലെവൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഡിസ്ചാർജ് എടുക്കുന്നതായിട്ട് ക്യൂ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയാൽ ഈ വെല്ലിനകത്ത് സ്റ്റാറ്റിക് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ആദ്യം പമ്പിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈൻ ആണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു, നമ്മൾ പമ്പിംഗ് ചെയ്തു അല്ലെ. പമ്പിംഗ് ചെയ്തപ്പോൾ ഈ ഒരു എച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ നമ്മൾ പമ്പ് ചെയ്ത് വെള്ളം എടുത്തു. സോ ഈ ലെവലിലാണ് ഇപ്പൊ വെള്ളം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റിക് വാട്ടർ, അതായത് ഓൾറെഡി ഉള്ള വാട്ടർ ലെവലിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്തപ്പോൾ ഇത്രയും എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റിൽ വെള്ളം നഷ്ടപ്പെട്ടു. അപ്പൊ അത്രയും ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്രഷൻ ഹെഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഈ എച്ച് എന്ന് പറയുന്ന ഈ ഒരു ഡിപ്രഷൻ ഹെഡിന്റെ ഹൈറ്റ് നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം ഇത്രയും ഡെപ്തിൽ നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം ഈ ഹൈറ്റിൽ തന്നെ, അല്ലെങ്കിൽ ഈ എച്ച് എന്ന് പറയുന്ന ഡിപ്രഷൻ ഹെഡ് എപ്പോഴും ഈ വെല്ല് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുവോ? ഒരിക്കലും ഇല്ല. കാരണം ഈ അടിഭാഗത്ത് നിന്ന്, ബോട്ടം ഭാഗത്ത് നിന്ന് നമുക്ക് വെള്ളം ഊറി വരുന്നതായിട്ട് കാണാം അല്ലെ. അപ്പോൾ ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേന് ഈ വെള്ളം പതുക്കെ ഈ എച്ചിന്റെ ഹൈറ്റ് കുറയാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കോൺസ്റ്റന്റ് ലെവൽ പമ്പിങ്ങിലൂടെ നമ്മൾ ആ ഒരു ഈൽഡ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്തുവെന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന ഡിപ്രഷൻ ഹെഡിലാണ് വാട്ടർ ലെവല് നഷ്ടമായിരിക്കുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ ഇതിന്റെ ഫ്ലോ കാരണം വെള്ളം ഇവിടെ പതുക്കെ റൈസ് ആവാനായിട്ട് തുടങ്ങും. പക്ഷെ നമ്മൾ അവിടെ റൈസ് ആവാനായിട്ട് അനുവദിക്കുന്നില്ല. ഈ എച്ച് എന്ന് പറയുന്ന ഹൈറ്റിനെ എത്ര എമൗണ്ട് വെള്ളമാണ് ഇതിനകത്തേക്ക് കയറി വരുന്നത്, അത്രയും വെള്ളം നമ്മൾ പമ്പ് വഴി വെളിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഡിപ്രഷൻ ഹെഡ് എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ഒരു 1 അവറിലേക്കൊക്കെ ആയിരിക്കും ഈ ടെസ്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 1 അവറിൽ എത്ര ഈൽഡ് എന്നുള്ളതാണ് കണക്ക്. അപ്പം എച്ച് എന്ന് പറയുന്ന ഈ ഒരു ഡിപ്രഷൻ ഹെഡ് വി ആർ കീപ്പിംഗ് ഇറ്റ് ആസ് സച്ച് ദാറ്റ് നമ്മൾ ആ ഒരു എച്ച് എന്ന് പറയുന്ന ഹൈറ്റിൽ വെള്ളം കയറാനായിട്ട് അനുവദിക്കുന്നില്ല. ബാക്കി വരുന്ന വെള്ളമല്ല, ഈ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ അത്രയും വെള്ളം വെളിയിലേക്ക് പമ്പ് ചെയ്ത് മാറ്റുന്നു. അപ്പൊ നമ്മൾ ഈ വെളിയിലേക്ക് പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളമെല്ലാം ഒരു V0 വഴി അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് അത്രയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആണ് നമ്മൾ പമ്പ് ചെയ്തെടുത്തെന്നുള്ളത് ഈ V0ന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് വെച്ചോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ പമ്പിന്റെ സ്പീഡാണ്. അപ്പൊ അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ലെവൽ പമ്പിങ്ങിലാണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. വെള്ളം കൂടുന്നതനുസരിച്ച് പെട്ടെന്ന് അങ്ങ് വലിച്ചെടുക്കാനോ സ്പീഡ് കുറയ്ക്കാനോ പാടില്ല. ഒരു കോൺസ്റ്റന്റ് ലെവലിലായിരിക്കണം ഇത് വെള്ളം വെളിയിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ കോൺസ്റ്റന്റ് ലെവൽ പമ്പിംഗ് മെത്തേഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് വെച്ചിട്ട് എത്ര ഈൽഡ് ഈ ഓപ്പൺ വെല്ല് തരുന്നു എന്ന് കണ്ടുപിടിക്കാൻ എത്ര വാട്ടർ 1 അവറിൽ നമ്മൾ പമ്പ് ചെയ്ത് വെളിയിലേക്ക് എടുത്തു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മുടെ ആ വെല്ലിന്റെ ഈൽഡ് കണ്ടുപിടിക്കുന്നത്. അപ്പം 1 അവറിലേക്ക് ഈ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എത്ര ഹൈറ്റ് ഇവിടെ കൂടുന്നുണ്ട് അത്രയും വെള്ളം നമ്മൾ വെളിയിലേക്ക് പമ്പ് ചെയ്തെടുക്കുക അല്ലെ. അപ്പൊ ആ പമ്പ് ചെയ്ത് 1 അവറിൽ എത്ര വെള്ളം പമ്പ് ചെയ്ത് എടുത്ത് മാറ്റുന്നു, അപ്പൊ അത്രയും വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെല്ലിന് ആ ഒരു 1 അവറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആ ഈൽഡ്, വെല്ലിന്റെ ഈൽഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര വേഗത്തിലാണ് ഈ വെള്ളം നിറഞ്ഞു വരുന്നത് എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് മനസ്സിലായി കാണുമല്ലോ. രണ്ടാമതൊരു മെത്തേഡും കൂടെ ഉണ്ട്, റെക്യുപ്പറേഷൻ ടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതും ഞാനൊരു ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്നതാണ് റെക്യുപ്പറേഷൻ ടെസ്റ്റിന്റെ ഒരു
മനസ്സിലാക്കാനുള്ള ഒരു ഫിഗർ. ഇച്ചിരി ചരിഞ്ഞിട്ടാണ്, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഫിഗറിൽ നിന്ന്. അപ്പൊ ഈ ഒരു മെത്തേഡ് മറ്റേ മെത്തേഡിനെക്കാട്ടി ഒരു ഇച്ചിരി വ്യത്യസ്തമാണ്. അതായത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വെല്ലില് ആദ്യം ഇതിന്റെ വാട്ടർ ടേബിൾ ലെവൽ, ആ വെള്ളം നിൽക്കുന്ന ലെവല് കണ്ട് ഈ കാണുന്ന ഡോട്ടഡ് ലൈൻ ആണ്. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡിപ്രഷൻ ഹെഡ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വെല്ലിനകത്തുനിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഈ ഒരു എച്ച് എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മളിപ്പം ഇത്രയും ഹൈറ്റിലാണ് വെള്ളം പമ്പ് ചെയ്തെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു ഹൈറ്റിൽ വെള്ളം പോയി. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഹൈറ്റിൽ നിന്ന് വെള്ളം തിരിച്ച് ആ ഒരു നോർമൽ ഹൈറ്റിലോട്ട്, അതായത് ആദ്യത്തെ ലെവൽ ഇതായിരുന്നല്ലോ, ആ ഒരു ലെവലിലേക്ക് വെള്ളം തിരിച്ചു കയറി വരാനായിട്ട് എത്ര ടൈം എടുക്കുന്നോ ആ ടൈം വെച്ചിട്ടാണ് ഈ റെക്യുപ്പറേഷൻ ടെസ്റ്റിലൂടെ ഈൽഡ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 തവണ നമ്മൾ ഡിപ്രഷൻ ഹെഡ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ എച്ച് ഉണ്ട്, H2 എന്ന് പറയുന്ന H1 എന്ന് പറയുന്ന ഹൈറ്റിൽ പിന്നെ പമ്പ് ചെയ്ത് വെള്ളം അത്രയും മാറ്റി, പിന്നെ H1ലോട്ട് തിരിച്ച് ഈ ഒരു ലെവലിലേക്ക് വെള്ളം വരാനായിട്ട് എത്ര ടൈം എടുത്തെന്ന് നോക്കി. അതേപോലെ H2 എന്ന് പറയുന്ന ഹൈറ്റിൽ നമ്മൾ പമ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത്രയും ഭാഗത്ത് ഇത്രയും ഡിപ്രഷൻ ഹെഡ് ഉണ്ടായി. തിരിച്ച് ആ വെള്ളം നമ്മുടെ നോർമൽ ലെവലിലോട്ട് വരാനായിട്ട് എത്ര ടൈം എടുത്തു. ഇതൊക്കെ നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിനകത്ത് നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫോർമുല. സോ K/A is equal to 1/T log H1/H2. ഓക്കെ, അല്ലെങ്കിൽ K/A is equal to 1/T 2.303/T log H1/H2. അപ്പം ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ 2-3 ഹൈറ്റിൽ നോക്കി ഡിപ്രഷൻ ഹെഡിൽ. സോ അതിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ ഈസി ആയിട്ട് നമ്മൾ ടൈം നോട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ. അതായത് H1 എന്ന് പറയുന്ന ഡിപ്രഷൻ ഹെഡിലാണ് ഇപ്പം വെള്ളത്തിന്റെ ലെവൽ നിൽക്കുന്നതെങ്കിൽ അത് തിരിച്ച് നോർമൽ ലെവലിലോട്ട് വരാൻ എത്ര ടൈം എടുക്കുന്നു ആ ടൈമാണ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അതിലൂടെ നമുക്ക് എന്താണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ആ ഈൽഡ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ ഈൽഡ്, ഓപ്പൺ വെല്ലിന്റെ ഈൽഡ് കണ്ടുപിടിക്കാനുള്ള 2 ടെസ്റ്റുകൾ.